السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യവിശ്വാസവും തഖ്വയും മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ രാവുകളും പകലുകളും നമ്മിൽ നിന്ന് വിട ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഓരോ നാളുകളും വളരെ വേഗതയിലാണ് നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ത്യാഗവും പരിശ്രമവും അധ്വാനവും ആവശ്യമായ നാളുകളാണ് വരും നാളുകൾ എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പരിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന താല്പര്യം റമദാനിന്റെ ആദ്യത്തെ 10 കഴിയുമ്പോഴും അതേപോലെ രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോഴും അവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒന്നും സാധാരണ കാണാറില്ല. സത്യവിശ്വാസികൾ അങ്ങനെയാവരുത്. നമുക്കറിയാം, റമദാനിന്റെ ഓരോ ദിനങ്ങളും കഴിഞ്ഞു പോകുന്നിടത്തോളം പുണ്യം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അലസതയിൽ നിന്നും മടിയിൽ നിന്നുമൊക്കെ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ നിരതരാകാൻ സത്യവിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഒരു സത്യവിശ്വാസിക്ക് നേരം പുലരേണ്ടത്, പുതിയ ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അള്ളാഹുവിനോട് അലസതയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടാണ് എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്പനേരം സംസാരിക്കേണ്ട വിഷയം ഏറെ പൊറുക്കുന്ന നാഥൻ എന്ന വിഷയമാണ്. വളരെ പ്രസക്തമെന്ന് തോന്നുന്ന ചില സംഗതികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധകളിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരായ നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു പ്രത്യേക അവസ്ഥയിലാണ്. മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, അവന്റെ അസ്തിത്വം എങ്ങനെയാണ് സംവിധാനിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്,
നന്മയും തിന്മയും സ്വീകരിക്കാൻ ഉതകുന്ന രൂപത്തിലാണ് മനുഷ്യരെ സംവിധാനിച്ചത് എന്നാണ്. ധർമ്മവും അധർമ്മവും സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് മനുഷ്യനെ അള്ളാഹു പ്രോഗ്രാം ചെയ്തത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. വനഫ്സിൻ വമാ സവ്വാഹാ, മനുഷ്യന്റെ അസ്തിത്വത്തെയും അതേപോലെ അതിനെ സംവിധാനിച്ചതും തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, അതിനെ അതിന്റെ ദുഷ്ടതയെ സംബന്ധിച്ചും അതിന്റെ സൂക്ഷ്മതയെ സംബന്ധിച്ചും മനുഷ്യന്റെ അസ്തിത്വത്തിന് ബോധം നൽകിയവനാണ് അള്ളാഹു എന്ന് ഖുർആനിലൂടെ റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. എന്തിനാണ് സഹോദരന്മാരെ നന്മയും തിന്മയും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ, ധർമ്മവും അധർമ്മവും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ മനുഷ്യനെ സംവിധാനിച്ചത്? ചില ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, നന്മ മാത്രം സ്വീകരിക്കുന്നവനായി എന്തുകൊണ്ട് അള്ളാഹുവിന് മനുഷ്യരെ സൃഷ്ടിച്ചുകൂടാ? എന്തിന് തിന്മ സ്വീകരിക്കുന്നവനായി നന്മയെയും തിന്മയെയും ഒരേ സമയത്ത് ചെയ്യാൻ കഴിയുന്നവനായി മനുഷ്യനെ സൃഷ്ടിച്ചു? അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ മറുപടി പറയുന്നത് ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരായ നമ്മെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചത്, ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത് ഇവിടെ സുഖജീവിതം നയിക്കാനല്ല, മറിച്ച് പക്ഷിമൃഗാദികളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരവാക്കപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരുടെ ജീവിതത്തിന് പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടും ലക്ഷ്യവുമുണ്ട്. നന്മ കൊണ്ടും തിന്മ കൊണ്ടും മനുഷ്യരെ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുന്നത് ആരാണെന്ന് പരിശോധിക്കുവാനും പരീക്ഷിക്കുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതാണ് സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു പറയുന്നത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ച നാഥൻ. എന്തിനാണ് സൃഷ്ടിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഈ സംഗതി കൃത്യമായി പറയുന്നത് കാണാം. ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാ, സൂറത്തുൽ അംബിയാഇന്റെ 35-ാമത്തെ വചനത്തിൽ വീണ്ടും റബ്ബ് പറയുകയാണ്, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ. മനുഷ്യരെ, നിങ്ങളെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്? നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? വനബ്ലൂകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും മനുഷ്യരെ നിങ്ങൾക്കൊരു പരീക്ഷണമുണ്ട്. ഈ ഭൗതിക ജീവിതത്തിന്റെ സംവിധാനം അങ്ങനെയാണ്. വഇലൈനാ തുർജഊൻ, എന്നിട്ട് നിങ്ങളെല്ലാവരും മടക്കപ്പെടുന്നത് എന്റെ സന്നിധാനത്തിലേക്കാണ്, എന്നിലേക്കാണ്. നമ്മിലേക്ക് നിങ്ങളെല്ലാവരും മടങ്ങി വരും. ആ സമയത്ത് നിങ്ങളുടെ നന്മകൾക്കുള്ള കൃത്യമായ പ്രതിഫലവും തിന്മകൾക്കുള്ള കൃത്യമായ പ്രതിഫലവും നൽകപ്പെടുന്നൊരു വേദിയുണ്ട്. ആ വേദിയിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്നത്. ആ പരീക്ഷണമാകുന്ന ഭൗതിക ലോകത്ത് ആരാണ് വിജയിക്കുന്നത് എന്ന് കൃത്യമായി അറിയാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചത്. മനുഷ്യന്റെ ഭൗതിക ജീവിതം സംവിധാനിച്ചത് അങ്ങനെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെയാ സംവിധാനിച്ചിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യന് ഏറ്റവും കൂടുതൽ ചായ്വുള്ളത്, മനുഷ്യന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മയിലേക്കാണ്. യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ 53-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂഇ, മനുഷ്യന്റെ മനസ്സ് എപ്പോഴും മനുഷ്യനെ തിന്മ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശൈലി തന്നെ, വിശുദ്ധ ഖുർആനിന്റെ ആ ശൈലി തന്നെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഗൗരവം ഒന്നുകൂടെ ബോധ്യപ്പെടുകയാണ്. യാതൊരു സംശയവുമില്ല, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ, മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ മനസ്സ് എപ്പോഴും മനുഷ്യരെ തിന്മ കൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, തിന്മയിലേക്ക് മനുഷ്യരെ നയിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. സഹോദരന്മാരെ, ഇത് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല.
നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ വിശദീകരണം നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാമല്ലോ, നാമൊക്കെ ദുർബലരാണ്, നമ്മുടെ ശരീരം ദുർബലമാണ്, നമ്മുടെ മനസ്സ് ദുർബലമാണ്. ദുർബല നിമിഷത്തിൽ നാം ചെയ്തു പോകുന്ന എത്രയെത്ര അപരാധങ്ങളാണ്. ഓരോരുത്തരും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നന്മ സ്വീകരിക്കേണ്ടതിന് പകരം പലപ്പോഴും നാം തിന്മയാണ് സ്വീകരിക്കുന്നത്. ധർമ്മം ചെയ്യുന്നതിന് പകരം പലപ്പോഴും അധർമ്മമാണ് നാം ചെയ്യുന്നത്. ഇതാരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിൽ മത്സരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെടുകയാണ് പലപ്പോഴും നാം ചെയ്യുന്നത്. നമ്മുടെ തന്നിഷ്ടങ്ങൾക്ക് അടിമപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹുവിന്റെ ഒരു നിയമം ഒരു ഭാഗത്ത്, നമ്മുടെ ആഗ്രഹം മറുഭാഗത്ത്, തമ്മിൽ മത്സരം നടക്കുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനല്ല പലപ്പോഴും നാം പ്രാമുഖ്യം നൽകുന്നത്. നമ്മുടെ ദേഹേച്ഛയ്ക്ക് നാം അടിമപ്പെട്ടു പോകുന്നു. മനുഷ്യരായ നമ്മുടെ അവസ്ഥയാണിത്. പല സന്ദർഭങ്ങളിലും വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കോപിക്കാറുണ്ട് നാം. അതേപോലെയുള്ള തിന്മകൾ നാം ചെയ്യാറുണ്ട്. പല സന്ദർഭത്തിലും അവിഹിതമായ മാർഗത്തിലൂടെ പലതും നാം നേടാറുണ്ട്, പലതും നാം സമ്പാദിക്കാറുണ്ട്. പലപ്പോഴും സമ്പത്തിന്റെ പിന്നാലെ പോയി രക്ഷകനെ മറന്നുപോകാറുണ്ട്. വേറെ ചില സന്ദർഭങ്ങളിലോ അവിഹിതമായതിലേക്ക് നാം നോക്കാറുണ്ട്. നമ്മുടെ കണ്ണ് അള്ളാഹു തന്ന അനുഗ്രഹമാണെങ്കിൽ ആ കണ്ണുകൊണ്ട് അവിഹിതമായ പലതിലേക്കും നാം നോക്കാറില്ലേ? സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കുക. കാത് അള്ളാഹു തന്ന അനുഗ്രഹമാണെങ്കിൽ ആ കാതുകൊണ്ട് റബ്ബിന് ഇഷ്ടമില്ലാത്തത് പലതും നാം കേൾക്കാറില്ലേ? ഇത് മനുഷ്യരുടെ സ്വഭാവമാണ് എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യരുടെ പ്രകൃതി അങ്ങനെയാണ്. മലക്കുകളെ പോലെയല്ല മനുഷ്യന്മാർ. മലക്കുകൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മലക്കുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നു, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ലാ യഅസൂനല്ലാഹ മാ അമറഹും. അള്ളാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് ആ കൽപ്പനക്ക് അവർ എതിര് പ്രവർത്തിക്കുന്നതല്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് എന്ത് കൽപ്പിച്ചുവോ അത് അപ്രകാരം തന്നെ അവർ നിർവഹിക്കുന്നവരാണ്. ഇത് മലക്കുകളുടെ പ്രകൃതിയാണ്, മലക്കുകളുടെ പ്രത്യേകതയാണ്. അതുപോലെയല്ല മനുഷ്യന്മാർ. മനുഷ്യർക്ക് തെറ്റ് ചെയ്യാൻ കഴിയും. മനുഷ്യരുടെ പ്രകൃതം അങ്ങനെയാണ്. എന്നാലോ തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യരെന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള നിർദ്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ തന്നെ നല്ല മനുഷ്യന്മാരുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള പ്രതിവിധിയും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, കുല്ലു ബനി ആദം ഖത്താഉൻ. ആദമിന്റെ മുഴുവൻ സന്തതികളും തെറ്റുകാരാണ്, തെറ്റ് സംഭവിക്കുന്നവരാണ്. മുഴുവൻ മനുഷ്യന്മാരും തെറ്റ് സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. തെറ്റ് സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണെന്നോ, തെറ്റ് ചെയ്യുന്നവരിൽ തന്നെ നല്ല മനുഷ്യന്മാരാരാണെന്നോ, അത്തവ്വാബൂൻ, പശ്ചാത്തപിക്കുന്ന മനുഷ്യരാണ്. നാദാ, പറ്റിപ്പോയി, ദുർബല നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയി, അതുകൊണ്ട് നിന്നിലേക്ക് ദാ ഞാൻ മടങ്ങുന്നു, നിന്നിലേക്ക് ദാ ഞാൻ കൈമലർത്തുന്നു, എന്റെ തൗബ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് രക്ഷകനിലേക്ക് കൈമലർത്തുന്ന മനുഷ്യരാണ് ഏറ്റവും നല്ല മനുഷ്യർ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിച്ചു തരുന്നത്. മനുഷ്യ പ്രകൃതി അങ്ങനെയാണ്. ഇനി അത് സംഭവിച്ചാൽ എന്തു ചെയ്യണം? പശ്ചാത്തപിക്കുന്നവരാകണം, അള്ളാഹുവിനോട് ഏറ്റുപറയുന്നവരാകണം. അവിടെയാണ് സഹോദരന്മാരെ നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തിയും. അവിടെയാണ് കരുണയുടെ കടലായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ വിശാലത നാം കാണുന്നത്. അവിടെയാണ് തെറ്റ് ചെയ്ത മനുഷ്യന്മാരോട് അള്ളാഹുവിന്റെ സമീപനം വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പല വികലമായ കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. അള്ളാഹു എന്ന് പറഞ്ഞാൽ കാരുണ്യമില്ലാത്ത, കാരുണ്യം തൊട്ടു തീണ്ടാത്ത, തന്റെ പടപ്പുകളോട് കഠിനമായി കോപിക്കുന്ന കഠിന ഹൃദയനായ ഒരു ദൈവമായി പലപ്പോഴും അള്ളാഹുവിനെ കണക്കാക്കിയിരുന്ന ഇരുണ്ട യുഗത്തിൽ വിശുദ്ധ ഖുർആനിന്റെ സത്യസന്ദേശങ്ങൾ അവതരിക്കുമ്പോൾ അള്ളാഹു ആരാണെന്ന് കൃത്യമായി പരിചയപ്പെടുത്തുകയാണ്.
അള്ളാഹുവിനെ സംബന്ധിച്ച് വികലമായ വിശ്വാസങ്ങളായിരുന്നു. ഒരടിമക്ക് രക്ഷകനിലേക്ക് അടുക്കാൻ കഴിയില്ല, അള്ളാഹുവിലേക്ക് നേരിട്ട് അടുക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് നേരിട്ട് താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അത് പുറത്തു തരുമെന്ന് പ്രതീക്ഷയില്ലാത്ത കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ പലപ്പോഴും ഇടയാളന്മാരെ സ്വീകരിച്ചത്. അവരതിന് പറയുന്ന ന്യായം വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിന്റെ 3-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ പങ്കുചേർത്തതിന്റെ കാരണം, അതിനുള്ള ന്യായം അവര് പറയുകയാണ്, മാ നഅബുദുഹും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ലാത്തയെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഉസ്സയെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. എന്തിനാണ് ഈ മഹാന്മാരെ മുഴുവനും ഞങ്ങൾ ആരാധിക്കുന്നത്? ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ മഹാന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നത് എന്നാണ് മക്കാ മുശ്രിക്ക് പറഞ്ഞ ന്യായം. ഇതിന് തത്തുല്യമായ ന്യായങ്ങൾ ഇന്നും സമകാലിക ലോകത്തുണ്ട്, നമുക്കറിയാൻ കഴിയുന്നു. എന്നാൽ സഹോദരന്മാരെ, അവിടെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ മറ്റൊരു ഇടയാളന്റെ ആവശ്യമില്ല. അള്ളാഹു കാരുണ്യത്തിന്റെ കടലായി വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷ വാർത്ത അറിയിക്കാനാ പറയുന്നത്. എന്താ പറയുന്നത്? ഖുൽ നബിയെ പറയുക, ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം എന്റെ അടിമകൾക്ക്. എങ്ങനെയുള്ള അടിമകളാണ്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ ഒരു വചനമാണ്. തെറ്റ് ചെയ്ത ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന വചനമാണ്. ജീവിതത്തിൽ അപരാധങ്ങൾ വന്നുപോയ മനുഷ്യന്മാർ, ജീവിതത്തെ കുറിച്ച് തന്നെ നിരാശപ്പെട്ടു പോയ മനുഷ്യന്മാർ, അവർക്കുള്ള സ്വാന്തനത്തിന്റെ വചനമായി വിശുദ്ധ ഖുർആനിൽ അവതരിക്കുകയാണ് ഒരു വചനം. എന്താണ് ആ വചനത്തിലുള്ളത്? തെറ്റ് ചെയ്തവരെ നിരാശപ്പെട്ടു പോകരുത്. എന്നെ ഇനി ആരും പിടിച്ചു കെട്ടാനില്ല, എന്റെ ജീവിതം തകർന്നു എന്ന് ഇനി ആരും വിചാരിച്ചു പോകരുത്. അപരാധം വന്നുപോയാൽ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? ഒരു മുസ്ലിം എന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹുവിന്റെ റസൂലിലൂടെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഖുൽ നബിയെ അങ്ങ് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം ആത്മാക്കളോട് തന്നെ അതിരുവിട്ട ആളുകളോട്, അതിരുവിട്ട മനുഷ്യരോട് പറയണം. എന്ത്? സ്വന്തം ആത്മാവിനോട് തന്നെ, സ്വന്തം ശരീരങ്ങളോട് തന്നെ ഒരുപാട് അതിക്രമം ചെയ്ത്, ഒരുപാട് തെറ്റ് ചെയ്ത് അതിര് കവിഞ്ഞു പോയ എന്റെ ദാസന്മാരോട് പറയണം നബിയേ. അള്ളാഹുവിന്റെ ശൈലി നോക്കൂ നിങ്ങൾ. തെറ്റ് ചെയ്ത ദാസന്മാരെ റബ്ബ് വിളിക്കുന്നത് യാ ഇബാദിയ, എന്റെ ദാസന്മാരെ എന്ന. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയാണ് നാം കാണുന്നത്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് കേട്ടോ. അള്ളാഹു ഇനി പൊറുത്തു തരില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയല്ലോ, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് വിചാരിച്ചു പോകരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. അള്ളാഹു സകല പാപങ്ങളും പൊറുത്തു തരുന്നവനാണ്. എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവനേറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇങ്ങനെ പാപം പൊറുക്കുന്നവനാണ് രക്ഷകനെങ്കിൽ, റബ്ബെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വഅനീബു ഇലാ റബ്ബിക്കും. നിങ്ങൾ ഇനി താമസിക്കരുത്, നിങ്ങളുടെ രക്ഷകനിലേക്ക് ഖേദിച്ചു മടങ്ങണം. നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. വഅസ്ലിമൂ ലഹു. അവന് നിങ്ങൾ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്യണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. ശിക്ഷ വരുന്നതിന് മുമ്പായിരിക്കണം നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. റബ്ബിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ സുമ്മ ലാ തുൻസറൂൻ. പിന്നെ അവർ സഹായിക്കപ്പെടുന്നതല്ല, പിന്നെ ഒരാളും സഹായിക്കാനില്ല. പാപങ്ങൾ അങ്ങനെ ചെയ്യുന്നു,
തെറ്റുകൾ അങ്ങനെ ധാരാളം ചെയ്യുന്നു. യാതൊരു മനസാക്ഷി കുത്തുമില്ല, മനസ്സിൽ യാതൊരു സങ്കടമോ പ്രയാസമോ തോന്നുന്നില്ല. തെറ്റുകൾ അങ്ങനെ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നു. അതൊരിക്കലും ഒരു മുസ്ലിമിന് പാടുള്ള കാര്യമല്ല. തെറ്റ് ചെയ്തു പോയാൽ, അറിയാതെ ജീവിതത്തിൽ വന്നുപോയാൽ ഉടൻ പശ്ചാത്തപിക്കുന്നവനാണ് ഒരു മുസ്ലിം. അപ്പോഴാണ് റബ്ബിന്റെ കാരുണ്യം നാം അവിടെ കാണുന്നത്. റബ്ബ് പറയുന്നത്, എന്ത് പാപം ചെയ്താലും പൊറുക്കാൻ തയ്യാറാണ് അല്ലാഹു. അള്ളാഹുവിന്റെ റസൂൽ നോക്ക്, നിങ്ങൾ വിശദീകരിച്ചു തരികയാണ്. ഒരടിമ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആ സ്നേഹത്തെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ സന്തോഷത്തെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിതാ ഒരു സംഭവത്തിലൂടെ വിശദീകരിച്ചു തരികയാണ്. തെറ്റ് ചെയ്ത ഒരു ദാസൻ, നാദാ പറ്റിപ്പോയി, അതുകൊണ്ട് പശ്ചാത്താപം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് അങ്ങ് കൈമലർത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാഥനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ആധിക്യമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അവിടുന്ന് പറയാണ്, അല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. അല്ലാഹു അശദ്ദു ഫർഹ, അല്ലാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവനാണ് എപ്പോൾ? ബിതൗബതി അബ്ദിഹി, തന്റെ ഒരു ദാസൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോൾ, ഹീന യതൂബു ഇലൈഹി, പശ്ചാത്തപിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. എന്നിട്ടൊരു സംഭവം പറഞ്ഞു കൊടുത്തിട്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സന്തോഷത്തിന്റെ ആധിക്യം പറയാണ്. എന്നിട്ട് അവിടുന്ന് വിശദീകരിക്കാണ്, ഏതുപോലെ മിൻ അഹദികും കാന അലാ റാഹിലതിഹി ബിഅർളി ഫലാത്തിൻ. സഹാബത്തെ, നിങ്ങളിൽ ഒരാൾ വിജനമായ മരുഭൂമിയിലൂടെ തന്റെ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. മരുഭൂമിയെ കുറിച്ച് പറയാനില്ലല്ലോ സഹോദരന്മാരെ, വെള്ളമില്ല, അവിടെ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുകയില്ല. മരുഭൂമിയുടെ അനന്തതയിൽ പെട്ടുപോയാൽ പലപ്പോഴും വഴി തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള വിജനമായ മരുഭൂമിയിലൂടെ നിങ്ങളിൽ ഒരാൾ വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ വിജനമായ മരുഭൂമിയുടെ അനന്തതയിലെത്തിയപ്പോൾ ഫൻഫലതത് മിൻഹു, അവന്റെ വാഹനം അവനങ്ങ് നഷ്ടപ്പെട്ടു പോയി. കുതിരയോ ഒട്ടകമോ ഏതാകട്ടെ, ആ വാഹനം മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയപ്പോൾ വഅലൈഹാ തുആമുഹു വശറാബുഹു, ആ വാഹനത്തിന്റെ പുറത്താണ് ആ മനുഷ്യന്റെ പാനീയമുള്ളത്. അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണവും അതിന്റെ മുകളിലാണുള്ളത്. അങ്ങനെ ഇരിക്കെ ആ വാഹനം അങ്ങ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഫഅഇസ മിൻഹാ, ആ മരുഭൂമിയിൽ വെച്ച് ആ മനുഷ്യൻ സങ്കടപ്പെടുകയാണ്, വിഷണ്ണനാകുകയാണ്, ആകെ നിരാശാജനകനായിക്കൊണ്ട് ഫഅതാ ശജറതൻ ഫൽതജഅ ഫീ ളില്ലിഹാ, തൊട്ടരികിൽ കാണുന്ന ഒരു വൃക്ഷത്തിന്റെ തണലിലായ മനുഷ്യൻ മരണവും പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ഈ മരുഭൂമിയിൽ എന്നെ കാണാൻ ആരുണ്ട്? എന്നെ അറിയാൻ ആരുണ്ട്? എനിക്ക് ദാഹജലം തരാൻ ആരുണ്ട്? ഞാൻ എത്തിപ്പെട്ട ഈ സ്ഥലത്തെ കുറിച്ച് ആർക്കാണ് വിവരമുള്ളത്? എന്റെ ഭക്ഷണമോ എനിക്ക് ലഭിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇനി ഏത് നിമിഷത്തിലും ഞാൻ മരണപ്പെടാമല്ലോ. അത് വിചാരിച്ച് മരണത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ വൃക്ഷത്തിന്റെ തണലിൽ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ റസൂലുള്ള പറയാണ്, ഇത് ഹുവ ഖായിമതൻ ഇൻദഹു, ആ നഷ്ടപ്പെട്ടു പോയ വാഹനം അതാ അദ്ദേഹത്തിന്റെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു പോകുകയാണ്. ആ വാഹനം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫഅഖദ ബിഖിതാമിഹാ, ആ വാഹനത്തിന്റെ, ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറിൽ ആ മനുഷ്യൻ അങ്ങ് പിടിച്ചുകൊണ്ട് സുമ്മ ഖാല, എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. എന്താ പറയുന്നത്? മിൻ ശിദ്ദത്തിൽ ഫറഹി, ആ മനുഷ്യന് ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. മരണം പ്രതീക്ഷിച്ച മനുഷ്യനാണ്. ജീവിതം തിരിച്ചു കിട്ടിയപ്പോൾ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആ മനുഷ്യൻ അങ്ങ് പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക, അല്ലാഹുവേ നീ എന്റെ ദാസനാണ്, ഞാൻ നിന്റെ രക്ഷകനാണ് നാഥാ എന്നങ്ങ് പറഞ്ഞുപോയി. എന്താ സംഭവിച്ചത്? അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹി, സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറഞ്ഞുപോയ സെന്റൻസ് അങ്ങ് മാറിപ്പോയതാണ്. അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയും നീ എന്റെ രക്ഷിതാവുമാണ് എന്ന് പറയുന്നതിന് പകരം അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ രക്ഷിതാവുമാണെന്നങ്ങ് പറഞ്ഞുപോയി. എന്തിനാണിത് പറഞ്ഞു തന്നത്? ആ സന്തോഷത്തിന്റെ ആധിക്യം പറയാനാണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് വിശദീകരിച്ചു തന്നത്. ഇതിനേക്കാൾ സന്തോഷിക്കുന്നവനാണത്രേ നമ്മുടെ നാഥൻ, നമ്മുടെ രക്ഷകൻ. ഒരടിമാങ്ങ് പശ്ചാത്തപിക്കുന്ന സന്ദർഭത്തിൽ നോക്കു നിങ്ങൾ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത എത്രയാണ്.
ഒരു സത്യവിശ്വാസി ഈ വചനങ്ങളും ആയത്തുകളും ഒക്കെ വായിക്കുമ്പോ സന്തോഷിക്കേണ്ടവനല്ലേ? ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെടാൻ പാടുണ്ടോ? പ്രത്യേകിച്ച് ഈ മാസത്തിലല്ലേ സത്യവിശ്വാസികളെ നമ്മളുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മനുഷ്യരിലേക്ക് ഇങ്ങോട്ട് വന്ന് തൗബ സ്വീകരിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ പറയുന്നത്? മനുഷ്യരിലേക്ക് ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യും? അള്ളാഹു തൗബ സ്വീകരിക്കും. അവിടുന്ന് പറയാണ്, യൻസിലു റബ്ബുനാ തബാരക വതആല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയാ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ فيقول من يدعوني فأستجيب له ومن يسألني فأعطي له ومن يستغفرني فأغفر له. ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യൻസിലു റബ്ബുനാ തബാരക വതആല കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അനുഗ്രഹീതനായ ഉന്നതനായ നമ്മുടെ നാഥൻ ഇറങ്ങി വരുന്നുവല്ലോ. എവിടേക്ക്? ഇലസ്സമാഇ ദുനിയാ, ഒന്നാം ആകാശത്തേക്ക്. അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂല് റബ്ബ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ റബ്ബ് ഇറങ്ങും എന്ന് തന്നെയാണ് സഹോദരന്മാരെ നാം വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിന്റെ ജലാലിയത്തിന് യോജിക്കുന്ന രൂപത്തിൽ, അവന്റെ ദാത്തിന് യോജിക്കുന്ന രൂപത്തിൽ, അവന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ രക്ഷിതാവ് ഇറങ്ങുക തന്നെ ചെയ്യും. അത് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. എപ്പോഴാ ഇറങ്ങുന്നത്? ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന യാമത്തിൽ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് എന്തിനാ ഇറങ്ങുന്നത്? ഇറങ്ങുന്ന സമയത്ത് എന്താണ് നമ്മുടെ നാഥൻ പറയുന്നതെന്നോ? മയ്യദുഊനി ഫഅസ്തജീബ ലഹ്, ആരാണ് എന്നോട് ദുആ ചെയ്യാൻ, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവന് ഉത്തരം ചെയ്യാം. റബ്ബിന്റെ ഓഫറാണ് സഹോദരന്മാരെ. ആരാണ് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവന്റെ ദുആ സ്വീകരിക്കാൻ സന്നദ്ധനാണെന്ന് റബ്ബ് പറയുമത്രേ. മാത്രമല്ല ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ അവന് നൽകാം. റബ്ബിന്റെ ഓഫറാണ്. അതേപോലെ റബ്ബ് ചോദിക്കുകയാണ്, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാനുള്ളത്, അവന് ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും എന്നാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നതായി നമുക്ക് പറഞ്ഞു തരുന്നത്. തയ്യാറുണ്ടോ നമ്മൾ തയ്യാറുണ്ടോ? അല്ലാഹ് കാരുണ്യം കാണിക്കാൻ സന്നദ്ധനാണ്. അല്ലാഹ് വിശാലമായി പൊറുക്കുന്നവനാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്ന രക്ഷകനാണ്. പക്ഷേ നമ്മൾ തയ്യാറുണ്ടോ എന്നാണ് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്. ഞാൻ എന്റെ രക്ഷകനിലേക്ക് കൈമലർത്താൻ സന്നദ്ധനാണോ? ഒരുപാട് അരുതായ്മകൾ ചെയ്തു പോയല്ലോ, അതുകൊണ്ട് ഞാൻ കൈമലർത്താൻ സന്നദ്ധനാണോ എന്ന് നമ്മൾ നമ്മോട് ചോദിക്കണം. സഹോദരന്മാരെ, ഈ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അള്ളാഹുവിലേക്ക് കൈമലർത്തുന്ന മുത്തഖീങ്ങളായ ആളുകൾക്കാണ് നാളെ സ്വർഗമുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളെ കുറിച്ച് സൂറത്തുൽ ദാരിയാത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വചനത്തിൽ റബ്ബ് പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സ്വർഗം ലഭിക്കുന്നവരെ കുറിച്ചാ പറയുന്നത്. ആരാണിവർ? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, സൂക്ഷ്മത പാലിച്ച സത്യവിശ്വാസികളായ ആളുകൾ. അവർ നാളെ സുന്ദരമായ സ്വർഗത്തോപ്പുകളിലും അതേപോലെ അരുവികളിലുമാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രത്യേകമായ നിയമത്താണ്. എന്താണ് ഇത് ലഭിക്കാൻ അവർ ചെയ്തത്? ഈ അനുഗ്രഹം ലഭിക്കാൻ എന്താണ് ആ മനുഷ്യന്മാര് ചെയ്തത്? തുടർന്ന് പറയാണ്, ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവരുടെ നാഥൻ അവർക്ക് നൽകിയതിനെ അവർ സ്വീകരിച്ചു. എന്നിട്ടോ എന്താണ് അവർ ചെയ്തത്? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവർ അവിടെ എത്തുന്നതിന് മുമ്പ് ഈ ഭൗതിക ലോകത്ത് അവർ ഇഹ്സാൻ ചെയ്യുന്ന മുഹ്സിനീങ്ങളായിരുന്നു, നന്മ ചെയ്യുന്നവരായിരുന്നു. വിശ്വാസി അധ്വാനിക്കേണ്ട ലോകമാണിത്. വിശ്വാസി പരിശ്രമിക്കേണ്ട ലോകമാണിത്. മടി കാണിക്കാൻ പാടില്ലാത്ത ലോകമാണിത്. ഇവിടെ മടി കാണിക്കാതെ അധ്വാനിച്ച മനുഷ്യന്മാർക്കാ സ്വർഗം കിട്ടുന്നത്.
എന്നിട്ട് അല്ലാഹ് വീണ്ടും പറയാണ് കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവര് രാത്രി കുറച്ച് സമയം മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ. കുറച്ച് സമയം മാത്രമേ ആ മനുഷ്യന്മാർ ഉറങ്ങാൻ വേണ്ടി സമയമെടുത്തുള്ളൂ. മാത്രമല്ല വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അവസാന യാമത്തിൽ റബ്ബിനോട് അതാ അവർ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചല്ലോ. ഇത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബിലേക്ക് കൈമലർത്തിക്കൊണ്ട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചവരാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗം ലഭിച്ചത്. ഏതാണ് ഈ അസ്ഹാർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാമല്ലോ, അത്താഴ സമയം സുഹൂർ എന്ന് പലപ്പോഴും നമ്മൾ അത്താഴത്തിന് പറയുന്നല്ലോ. അത്താഴ സമയത്ത് അവർ റബ്ബിനോട് അങ്ങ് ചോദിച്ചു, ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു. അപ്പൊ റബ്ബ് ഒന്നാം ആകാശത്താണ്. യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയാ. ആ സമയത്ത് ചോദിക്കാൻ തയ്യാറാവണം. തയ്യാറുണ്ടോ? നമ്മൾ തയ്യാറുണ്ടോ സഹോദരന്മാരെ? തയ്യാറുണ്ടോ? രക്ഷകന്റെ കാരുണ്യവും അതേപോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയും നമുക്ക് ദർശിക്കാൻ പറ്റുന്ന മേഖലയാണത്. നാം തയ്യാറുണ്ടോ? നാം ഒന്ന് ആലോചിച്ചു നോക്കുക. പ്രായപൂർത്തിയായത് മുതൽ ഇന്നിപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ഞാനും നിങ്ങളും സഹോദരന്മാരെ ആലോചിക്കുക. പല പ്രായത്തിലിരിക്കുന്ന ആളുകളാണല്ലോ ഈ സദസ്സിലുള്ളത്. പല പ്രായത്തിലുള്ള ആളുകൾ, ചെറുപ്രായം, അതേപോലെ മധ്യവയസ്കന്മാരും മധ്യവയസ്സ് കടന്നുപോയ ആളുകളും ഒക്കെയുണ്ടല്ലോ. സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എനിക്ക് പ്രായപൂർത്തിയായതിന് ശേഷം എത്ര അപരാധങ്ങളാണ് ഞാൻ ചെയ്തു പോയത്? എത്ര തെറ്റുകളാണ് ഞാൻ ചെയ്തു പോയത്? എത്ര അരുതായ്മകളാണ് ഞാൻ ചെയ്തു പോയത്? പലതും ഇപ്പോഴും ഞാൻ മറന്നുപോയല്ലോ. എനിക്ക് ഓർമ്മയില്ല. പല ഗൗരവമുള്ള തെറ്റുകളും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. പലതും നാം മറന്നുപോയിരിക്കുകയാണ്. നമുക്കതിനെ കുറിച്ച് ഓർമ്മയില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. രക്ഷകനതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അതല്ലേ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞത്. അല്ലാഹു ഓരോ മനുഷ്യന്റെയും റെക്കോർഡ് നൽകുമ്പോൾ മനുഷ്യൻ പറഞ്ഞു പോവുകയാണ്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു പുസ്തകമാണ്, ഇതെന്തൊരു റെക്കോർഡാണ്, ഇതെന്തൊരു രേഖയാണ്. ഇത് ചെറുതും വലുതുമായ എല്ലാം ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം ക്ലിപ്തമാണല്ലോ എന്ന് പറഞ്ഞ് മനുഷ്യൻ കൈമലർത്തുന്ന ഒരു രംഗം വരാനുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ മറന്നു, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ മറന്നു. കഴിഞ്ഞ ആഴ്ച ചെയ്ത തെറ്റ് നമുക്ക് ഓർമ്മയില്ല. ഉണ്ടോ സഹോദരന്മാരെ? ഉണ്ടോ? നമുക്ക് ഓർമ്മയുണ്ടോ? നാം ചെയ്ത തെറ്റിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം വിചിന്തനം നടത്തൽ അത്യാവശ്യമാണ്. ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ സങ്കടമുണ്ടായാൽ അതാണ് സത്യവിശ്വാസികളുടെ ലക്ഷണം. സഹോദരന്മാരെ, നാം ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുന്നുവെങ്കിൽ, ചെയ്തു പോയല്ലോ നാഥാ, ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ, അവിടെയാണ് സത്യവിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസികളുടെ ലക്ഷണം അതാണ്. സത്യവിശ്വാസികളുടെ ലക്ഷണം വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. സൂറത്തു ആലി ഇമ്രാൻ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. സത്യവിശ്വാസികളുടെ ലക്ഷണം പറയുകയാണ്. അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് ഇൻ വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. നാം ആലോചിക്കണം, ഈ ഗുണം നമുക്കുണ്ടോ എന്ന്. എന്താ റബ്ബ് പറയുന്നത്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ. സത്യവിശ്വാസികളായ ഈ വിഭാഗമുണ്ടല്ലോ, അത്തരം ആളുകളുടെ പ്രത്യേകത എന്താണ്? ഇദാ ഫഅലൂ ഫാഹിശതൻ. അവർ ജീവിതത്തിന്റെ ഏതെങ്കിലും ദുർബല നിമിഷങ്ങളിൽ എന്തെങ്കിലും മ്ലേച്ഛവൃത്തി അവർ ചെയ്തു പോയാൽ, ചെയ്യില്ല അവർ ഇനി, അഥവാ ചെയ്തു പോയാൽ പറയാൻ പറ്റില്ലല്ലോ. മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയല്ലേ. ഇബ്ലീസ് മനുഷ്യനെ എപ്പോഴും തിന്മയിലേക്ക് നയിക്കുകയാണ്. മനുഷ്യന്റെ പ്രകൃതവും അങ്ങനെ തന്നെയാണ്. ഈ ഭൂമിയിൽ അങ്ങനെയാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണ്. ഇനി എങ്ങനെയെങ്കിലും അവർ ചെയ്തു പോയാൽ അവരെന്താ ചെയ്യാ? ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരല്ല അവർ. ഔ ളലമൂ അൻഫുസഹും. സ്വന്തം ആത്മാക്കളോട് അവർ അതിക്രമം ചെയ്തു പോയാൽ ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർത്തുപോകുന്നല്ലോ.
റബ്ബിനെ ഉടൻ ഓർത്തുപോകുന്നല്ലോ. നാദാ ചെയ്തു പോയല്ലോ, പറ്റിപ്പോയല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിനെ ഓർത്തുപോകുകയാണവർ. ഉടൻ തന്നെ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങളിൽ നിന്നതാ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നല്ലോ. അല്ലാഹുവിനോട് ഉടൻ അവർ അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ പൊറുക്കണേ എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? പുരോഹിതന്റെ മുമ്പിൽ കുംഭസാരം നടത്തിയാൽ പാപം പൊറുക്കുമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ലോകത്തുണ്ട്. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ഏറ്റുപറഞ്ഞാൽ പാപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ മനുഷ്യർ ചെയ്ത മുഴുവൻ പാപങ്ങളും ഏറ്റുവാങ്ങാനാണ് ഈ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ മരണപ്പെട്ടത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദര പന്താവിൽ നിന്ന് പുറത്തുപോയ ആളുകളുണ്ട് ലോകത്ത്. ഇങ്ങനെ ഒരുപാട് വികല വിശ്വാസങ്ങൾ ലോകത്തുണ്ടാകുമ്പോ ഇസ്ലാം പറയുകയാണ്, പാപം പൊറുക്കാൻ ആരാണുള്ളത്? ഒരൊറ്റ പടപ്പിനോട് പറഞ്ഞാൽ, ഒരൊറ്റ അമ്പിയായിനോട് പറഞ്ഞാലും, ഒരൊറ്റ ഔലിയാഇന്റെ ഖബറിടത്തിൽ പോയി സങ്കടം പറഞ്ഞാലും പാപം പൊറുക്കുന്നതല്ല. ഇന്നല്ലാഹ വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? എന്നിട്ട് അല്ലാഹ് പറയാണ്, വലം യുസിറു അലാ മാ ഫഅലു, തെറ്റ് ചെയ്തു പോയാൽ നാളെയാകാമല്ലോ, അടുത്ത ദിവസമാകാമല്ലോ, അടുത്ത മാസം വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കാൻ മടി കാണിക്കുന്നവരല്ല വിശ്വാസികൾ. ചെയ്തു പോയ തെറ്റിൽ ഉറച്ചു നിൽക്കില്ല, അവർ ഉടൻ പശ്ചാത്തപിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? വഹും യഅലമൂൻ, അവർ വിവരമുള്ളവരാണ്, അവർ അറിവുള്ളവരാണ്, അവർ ജ്ഞാനമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സഹോദരന്മാരെ, അതാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണല്ലാതെ നീട്ടിവെക്കുന്ന സമ്പ്രദായം ശരിയല്ല, അത് അപകടമാണ്. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഖുർആനിലെ 4-ാമത്തെ അധ്യായമായ സൂറത്തുൻ നിസാഇന്റെ 17-18 വചനങ്ങളിൽ തൗബയുടെ നിബന്ധനകളും തൗബയുടെ കാര്യവുമാണ് റബ്ബ് പറയുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ചില മനുഷ്യരുടെ തൗബ സ്വീകരിക്കൽ മാത്രമാണ് റബ്ബിന് ബാധ്യതയുള്ളത്. എല്ലാവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. ചില ആളുകളുടെ തൗബ മാത്രമേ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അവരാരാണ്? അല്ലാഹ് പറയാണ്, ഇന്നമത് തൗബതു അലല്ലാഹ്, അല്ലാഹുവിന് തൗബ സ്വീകരിക്കാൻ ബാധ്യതയുള്ള മനുഷ്യന്മാരാരാണെന്നോ അവർ ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ, അറിവില്ലായ്മ മൂലം, അതേപോലെ വിവരമില്ലായ്മ മൂലം അവർ തെറ്റങ്ങനെ ചെയ്തു പോയി. സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടൻ തന്നെ അതാ മനുഷ്യന്മാര് പശ്ചാത്തപിക്കുന്നു. വിവരമില്ലാതെ തെറ്റ് ചെയ്തു പോയി, അങ്ങനെ ഉടൻ അവർ പശ്ചാത്തപിക്കുകയാണ്. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നു. വകാന അല്ലാഹു അലീമൻ ഹകീമാ എന്നവിടെ വിശുദ്ധ ഖുർആൻ പറയാണ്. എന്നാൽ ചില ആളുകളുടെ തൗബ സ്വീകരിക്കില്ല. തുടർന്ന് പറയുന്നു, വലൈസത്തി തൗബ, ചില മനുഷ്യന്മാർക്ക് തൗബയില്ല. അവരാരാണ്? ലില്ലദീന യഅമലൂന സയ്യിആതി, തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്തു പോയി. എന്നിട്ടോ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങളെ ആ മനുഷ്യന്മാര് തള്ളി നീക്കി തൗബ നടത്തിയില്ല. ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം ആസന്നമായപ്പോൾ ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി തുബ്തുല്ലാൻ, റബ്ബേ ഞാനിതാ പശ്ചാത്തപിച്ചല്ലോ, തൗബ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് മരണം തൊണ്ടക്കുഴിയിൽ എത്തിയ സന്ദർഭത്തിൽ ബോധം ഉദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. വലൈസത്തി തൗബ, ആ മനുഷ്യർക്ക് തൗബയില്ല. മാത്രമല്ല റബ്ബ് പറയാണ്, വലല്ലദീന യമൂതൂന വഹും കുഫാർ, സത്യനിഷേധികളായി മരണപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരുണ്ടോ അവർക്കും തൗബയില്ല. ഉലൈക അഅ്തദിനാ ലഹും അദാബൻ അലീമാ, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമല്ലേ, നമ്മൾ ചിന്തിക്കേണ്ട സന്ദർഭമല്ലേ? നാളത്തേക്ക് പിന്തിപ്പിക്കാൻ പാടുണ്ടോ? തൊട്ടടുത്ത നിമിഷത്തേക്ക് വരെ മാറ്റിവെക്കാൻ പാടുള്ള വിഷയമാണോ ഇത്? സഹോദരന്മാരെ, ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉടൻ തന്നെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. അപ്പോഴാണ് റബ്ബ് സ്വീകരിക്കുന്നത്. മുഅ്മിനീങ്ങളുടെ അനിവാര്യമായൊരു ഗുണാണ് അത് എന്നാണ്. തൗബ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനെന്തിനാ പശ്ചാത്തപിക്കുന്നത്? ആ ചിന്താഗതി തന്നെ ഒരു സത്യവിശ്വാസിക്ക് പാടില്ല. മുഴുവൻ സത്യവിശ്വാസികളും പശ്ചാത്തപിക്കുന്നവരാകണം. അവരുടെ ലക്ഷണം അങ്ങനെയാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഖുർആനിലെ 24-ാം അധ്യായം
സൂറത്തുൻ നൂർ അതിലെ 31-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാണ്, തുബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാൽ നിങ്ങൾ വിജയം കൈവരിക്കുന്നവരായേക്കാം. എല്ലാ വിശ്വാസികളോടും ഒന്നടങ്കം റബ്ബ് പറയുകയാണ് പശ്ചാത്തപിക്കാൻ. നമുക്ക് മാതൃകാരാ സഹോദരന്മാരെ, നമുക്ക് മാതൃകയാരാണ്? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസ്ഥ എന്താ? അവിടുത്തെ പരിശുദ്ധമായ ദേഹമാണ്. കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പ്രവാചകൻ അല്ലാഹു പൊറുച്ചു കൊടുത്തല്ലോ. വരാനിരിക്കുന്ന മുഴുവൻ പാപങ്ങളും പൊറുച്ചു കൊടുത്തല്ലോ. അങ്ങനെ പറയുമ്പോ പ്രവാചകൻ പാപം ചെയ്തവനാണെന്ന് ആരും ധരിക്കേണ്ടതില്ല. മഅസൂമാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകല അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ആ പരിശുദ്ധ ദേഹം എന്താണ് ചെയ്തിരുന്നത് എന്ന് സ്വഹാബാക്കൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അവിടുന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഓ മനുഷ്യരെ, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനം തേടുവിൻ. ഞാൻ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം അല്ലാഹുവിനോട് പാപമോചനം തേടുന്നല്ലോ എന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വന്നിരുന്നാൽ ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ എണ്ണുമായിരുന്നു. ഞങ്ങൾക്ക് എണ്ണം വരെ ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്തത്ര മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചിരുന്നു എന്നാണ് അവിടുത്തെ ചരിത്രം ഉദ്ധരിക്കുമ്പോൾ മഹാന്മാരായ സഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശ്വാസികളെ, നാം ആലോചിക്കുക, നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ അവസ്ഥ എന്താണ്? ഓരോ നിമിഷത്തിലും തെറ്റ് ചെയ്യുന്നവരാണല്ലോ സഹോദരന്മാരെ നമ്മൾ. നമ്മുടെ പ്രകൃതം അങ്ങനെയായി പോയി. അതുകൊണ്ട് തന്നെ പശ്ചാത്താപം അധികരിപ്പിക്കുന്നവരാകണം നാം. എങ്കിൽ അല്ലാഹു പാപം പൊറുക്കുന്നവനായി റബ്ബിനെ കാണാം. പരിശുദ്ധ ഇസ്ലാം പാപം പൊറുക്കണമെങ്കിൽ, തൗബ നടത്തണം എന്ന് പറയുന്ന, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, സഹോദരന്മാരെ, തൗബ നടത്തണമെങ്കിൽ, പശ്ചാത്താപം നടത്തണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. പണ്ഡിതന്മാര് വിശദീകരിച്ചു തരികയാണ്. 3 നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു അടിമ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കേണ്ടത്. ഏതാണ് ആ നിബന്ധനകൾ? നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹുവും അടിമയും തമ്മിലുള്ള തെറ്റാണെങ്കിൽ, അതായത് അല്ലാഹുവിനോട് നാം ചെയ്ത തെറ്റാണെങ്കിൽ 3 നിബന്ധനകളോടുകൂടെയാണ് നാം പശ്ചാത്തപിക്കേണ്ടത്. ഒന്നാമതായി പണ്ഡിതന്മാര് പറയുന്നു, പശ്ചാത്തപിക്കുമ്പോൾ ഒരു സത്യവിശ്വാസി ആദ്യം അവൻ ചെയ്യുന്ന മുഴുവൻ തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവനാകണം. തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാതെ പശ്ചാത്തപിച്ചതുകൊണ്ട് കാര്യമില്ല. ഏതുപോലെ ഒരാൾ നമസ്കരിക്കുന്നില്ല, നാഥാ ഞാൻ ഒരുപാട് നമസ്കാരം വിട്ടേച്ചു പോയി, അതുകൊണ്ട് എന്റെ തൗബ സ്വീകരിക്കണേ എന്ന് ഒരാൾ റബ്ബിനോട് പശ്ചാത്താപം നടത്തുകയാണ്. പക്ഷേ അയാള് നമസ്കാരം തുടങ്ങിയിട്ടില്ല, നമസ്കാരം നിർവഹിക്കാൻ അയാൾ തുടങ്ങിയിട്ടില്ല, അല്ലാണ്ട് അയാൾ പശ്ചാത്തപിക്കുകയാണ്. ആ പശ്ചാത്താപത്തിന് എന്ത് കാര്യമാണ്? സക്കാത്ത് ഒരുപാട് വർഷത്തേത് കൊടുക്കാനുണ്ട്. ആ സക്കാത്ത് കൊടുത്തു വിട്ടാതെയാണ് ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുന്നത്. കാര്യമില്ല. നിഷിദ്ധമായ സംഗതികളിൽ നിന്ന് വിട്ടുനിൽക്കാതെ റബ്ബിനോട് പശ്ചാത്തപിച്ചത് കൊണ്ട് കാര്യമില്ല. പൂർണ്ണമായും തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടായിരിക്കണം പശ്ചാത്തപിക്കേണ്ടത്. ഒന്നാമത്തെ നിബന്ധനയാണ്. രണ്ടാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, ചെയ്തു പോയ അപരാധത്തിന്റെ മേൽ വല്ലാത്ത സങ്കടം വേണം, മനസ്സിൽ വല്ലാത്ത ദുഃഖം വേണം. വെറുതെ അല്ലാഹുവേ പൊറുത്തു തരണേ എന്നല്ല, അവന്റെ മനസ്സ് പങ്കെടുത്തിട്ടില്ല. ആ പശ്ചാത്താപം കൊണ്ട് കാര്യമില്ല. റബ്ബേ ചെയ്തു പോയല്ലോ, അതുകൊണ്ട് പൊറുത്തു തരണേ എന്ന് അവന്റെ മനസ്സിൽ നിന്നാണ് ആ തൗബ ഉയരേണ്ടത്. അവന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു പോകണം. പറ്റുമെങ്കിൽ രക്ഷകനിലേക്ക് കൈമലർത്തി കരയാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് റബ്ബ് തൗബ സ്വീകരിക്കുന്നത്. ഇത് രണ്ടാമത്തെ നിബന്ധനയാണ്. മൂന്നാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, ഇനി ഒരിക്കലും റബ്ബേ ഞാൻ ആ തിന്മയിലേക്ക് മടങ്ങിപ്പോകില്ല എന്ന് ദൃഢമായ തീരുമാനമെടുത്തിട്ടാണ് പശ്ചാത്തപിക്കേണ്ടത്. അല്ലാതെ കാക്കത്തൗബ നടത്തിയത് കൊണ്ട് കാര്യമില്ല. എന്ത് എപ്പോഴും തൗബ നടത്തും, പക്ഷേ തെറ്റ് വീണ്ടും ചെയ്യും.
എപ്പോഴും തൗബ തന്നെ, വീണ്ടും തെറ്റിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ട് കാര്യമില്ല. ഇനി ഞാൻ മടങ്ങില്ല നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് ദൃഢ തീരുമാനം എടുത്തുകൊണ്ടാ അള്ളാഹുവിനോട് തൗബ നടത്തേണ്ടത്. ഈ തൗബയുടെ മാസത്തിൽ ഈ നിബന്ധനകൾ വിശ്വാസികളെ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കണം. ഇത് അള്ളാഹുവും അതേപോലെ അടിമകളും തമ്മിലുള്ള തെറ്റിനെ സംബന്ധിച്ചാ പറഞ്ഞത്. ഇനി നോക്കൂ നിങ്ങൾ, മനുഷ്യരും തമ്മിൽ ചെയ്ത തെറ്റാണെങ്കിലോ നാലാമതായ ഒരു നിബന്ധനയും കൂടെയുണ്ട്. ആരുടെ മനസ്സാണോ നാം വേദനിപ്പിച്ചത്, ആരുടെ സമ്പത്താണോ അവിഹിതമായി നാം എടുത്തത്, ആരോടാണോ നാം അതിക്രമം ചെയ്തത്, ആ മനുഷ്യന്മാരുടെ പൊരുത്തം വാങ്ങണം. ആ മനുഷ്യനോട് മാപ്പ് പറയണം. ആ മനുഷ്യന്റെ മനസ്സ് നന്നാക്കണം. ആ മനുഷ്യന്റെ സമ്പത്ത് തിരികെ കൊടുക്കണം. ആരുടെ ഹക്കാണോ നമ്മുടെ അരികിലുള്ളത്, ആ ഹക്ക് തിരിച്ചു കൊടുക്കാതെ അള്ളാഹുവിനോട് തൗബ നടത്തിയാൽ ആ തൗബയും സ്വീകരിക്കില്ല, ആ പ്രാർത്ഥനയും സ്വീകരിക്കില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്. അവിടുന്ന് പറയാണ്, ഒരു മനുഷ്യനതാ സുദീർഘമായി യാത്ര ചെയ്തു വരികയാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ശരീരത്തിലാകമാനം യാത്രയുടെ അടയാളങ്ങളുണ്ടല്ലോ, പൊടിപടലങ്ങളുണ്ട്. എന്നിട്ടോ അള്ളാഹുവിലേക്ക് ആ മനുഷ്യൻ അങ്ങനെ കൈമലർത്തുകയാണ്. എന്നിട്ട് റബ്ബിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറയുന്നു, യാ റബ്ബി യാ റബ്ബി, എന്റെ നാഥാ, എന്റെ ഇന്ന പ്രശ്നം നീ പരിഹരിക്കണം നാഥാ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് യാത്രക്കാരനായ ഏറ്റവും പ്രാർത്ഥന സ്വീകരിക്കാൻ അവകാശിയായ ഒരു മനുഷ്യൻ ആകാശലോകത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് രക്ഷകനിലേക്ക് കൈമലർത്തുകയാണ്. അങ്ങനെ മലർത്തുന്ന ആ മനുഷ്യന്റെ ഗതി എന്താണ്, ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഹോദരന്മാരെ, മതഅമുഹു ഹറാം, ആ മനുഷ്യൻ തിന്നുന്നത് ഹറാമാണല്ലോ. വ മശ്റബുഹു ഹറാം, ആ മനുഷ്യൻ കുടിക്കുന്നതും ഹറാമാണല്ലോ. വ മൽബസുഹു ഹറാം, ആ മനുഷ്യൻ ധരിച്ചതും ഹറാമായി പോയല്ലോ. ആ മനുഷ്യൻ എങ്ങനെയാണ് ഉത്തരം ലഭിക്കുന്നത്? പ്രവാസികളെ ആലോചിക്കുക. ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ അവിഹിതമായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണക്ക് നോക്കിക്കോ. ഈ മാസത്തിൽ അവിഹിതമായത് എന്തെങ്കിലും എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യയ്ക്ക് ആ അവിഹിതമായ മാർഗത്തിലൂടെ വല്ലതും ഞാൻ നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ തൗബയുടെ മാസത്തിൽ റബ്ബിലേക്ക് കൈമലർത്തിയാൽ അതുകൊണ്ട് കാര്യമില്ല. വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ട വിഷയമാണത്. വളരെ ഗൗരവത്തോടുകൂടെയാണ് സത്യവിശ്വാസികളെ നാം ആലോചിക്കേണ്ടത്. ഈ നിബന്ധനകൾ പൂർത്തീകരിച്ചുകൊണ്ടാണോ തൗബ നടത്തുന്നത്? അള്ളാഹു തൗബ സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. അവിടെയാണ് റബ്ബിന്റെ കാരുണ്യം നാം ദർശിക്കുന്നത്. അവിടെയാണ് ഏറെ പൊറുക്കുന്ന നാഥനെ നാം കാണുന്നത്. സഹോദരന്മാരെ, റബ്ബിനെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അള്ളാഹുവിന്റെ കാരുണ്യം. അള്ളാഹുവിന്റെ കാരുണ്യം, ആ കാരുണ്യം, ആ 100% അല്ലാഹുവിന്റെ കാരുണ്യം, ആ കാരുണ്യത്തിൽ നിന്ന് ഒരംശം മാത്രമാണ് ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും അല്ലാഹു വിഹിതിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 100ൽ ഒരംശം മാത്രമാണ് ഈ ലോകത്തുള്ള സകല സൃഷ്ടികൾക്കുമിടയിൽ അല്ലാഹു വിഹിതിച്ചു കൊടുത്തത്. ആ കാരുണ്യത്തിൽ നിന്നാണ് ഒരു മാതാവ് തന്റെ മോനോട് കരുണ കാണിക്കുന്നത്, ഒരു മാതാവ് തന്റെ കുട്ടികളോട് സ്നേഹം കാണിക്കുന്നത്, അതേപോലെ തന്നെ പക്ഷിമൃഗാദികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്നത്. ഈ ലോകത്തിൽ കരുണയായി എന്തുണ്ടോ, ഈ ലോകത്തിൽ സ്നേഹമായി എന്തുണ്ടോ, അതൊക്കെ റബ്ബിന്റെ ആ 100ൽ ഒരംശത്തിന്റെ വിഹിതമാണ് എന്നാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്. ഇനി നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാരൊരു കഥ പറഞ്ഞു തരികയാണ്, പണ്ഡിതന്മാരൊരു സംഭവം പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത മനസ്സിലാക്കാൻ വേണ്ടി അവിടുന്ന് ഒരു ഉപമ പറഞ്ഞു തരികയാണ്. റബ്ബിനെ ഉപമിക്കുകയല്ല, രക്ഷകനെ ഉപമിക്കുകയാണെന്ന് ധരിക്കരുത്. അള്ളാഹുവിനെ യാതൊന്നുകൊണ്ടും ഉപമിക്കാൻ പാടില്ല. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിനെ നിങ്ങൾ ഉപമ പറയരുത്. രക്ഷകൻ ഇന്നതുപോലെയാണെന്ന് നിങ്ങൾ ഉപമ പറയല്ലേ, അത് നിങ്ങൾക്ക് അനുവദിച്ചതല്ല. അള്ളാഹുവിനെ ഉപമിക്കുകയല്ല സഹോദരന്മാരെ. പണ്ഡിതന്മാർ റബ്ബിന്റെ കാരുണ്യത്തിന്റെ വിശാലത നമുക്ക് മനസ്സിലാകാൻ പറഞ്ഞു തരികയാണ്. ഒരു സംഭവം, ഒരു കഥ, ഒരു സംഭവം പറഞ്ഞു തരുന്നു. എന്താ പറഞ്ഞു തരുന്നത്? ഒരു ഉമ്മയോട് ആ ഉമ്മയുടെ മോൻ അനുസരണക്കേട് പ്രവർത്തിച്ചു. ഒരു ഉമ്മയോട് ആ ഉമ്മയുടെ മോൻ അനുസരണക്കേട് പ്രവർത്തിച്ചു. ആ സമയത്ത് ഉമ്മ ആ മോനെ അടിച്ചു. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു. ഫത്തറദ, ആ മോനെ അങ്ങ് ആട്ടി ഓടിച്ചുകൊണ്ട് വീടിന്റെ കവാടങ്ങൾ ഉമ്മ അങ്ങ് അടച്ചു കളഞ്ഞു.
ആ സന്ദർഭത്തിൽ ആ കുഞ്ഞുമോൻ വീടിന്റെ ചുറ്റും ഇടത്തോട്ടും വലത്തോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീടടച്ചു പോയല്ലോ, വാതിലടച്ചു പോയല്ലോ, ഇനി എവിടേക്കാണ് ഞാൻ ഓടിപ്പോകുക? ആരാണ് എനിക്ക് അഭയം നൽകുക? ആ കുഞ്ഞുമോൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉമ്മ, എന്റെ പൊന്നുമ്മ, നിങ്ങൾ എന്നെ വീട്ടിന് പുറത്തേക്കാക്കി ആട്ടി ഓടിച്ചു വാതിലടച്ചാൽ എനിക്ക് വാതിൽ തുറന്നു തരാൻ ആരുണ്ടുമ്മ എന്ന് പറഞ്ഞ് വീടിന്റെ പുറത്തു നിന്ന് കരഞ്ഞു പോകുകയാണ് ആ മോൻ. ഉമ്മ, നിങ്ങൾ എനിക്ക് അഭയം നൽകിയില്ലെങ്കിൽ ആരാണ് എനിക്ക് അഭയം നൽകാൻ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ആ കുഞ്ഞുമോൻ. വാതിലടച്ച് വാതിലിന്റെ പഴുതിലൂടെ ഉമ്മ ഈ രംഗം കാണുകയാണ്. ഉമ്മക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഉമ്മക്ക് ഈ രംഗം കാണാൻ കഴിഞ്ഞില്ല. ആ ഉമ്മയുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരുറ്റി വീഴുകയാണ്. എന്നിട്ട് വാതിലങ്ങ് തുറക്കുകയാണ്. പുറത്തേക്ക് ഓടിക്കൊണ്ട് ആ കുഞ്ഞുമകനെ വാരിയെടുത്തുകൊണ്ട് കവിളിൽ തുരുതുരേ ഉമ്മ വെക്കുകയാണ്. എന്നിട്ട് ആ മോനോട് പറയുന്നു, മോനെ, എന്റെ പ്രിയപ്പെട്ട മകനെ, നീയാണല്ലോ ഇതിന് കാരണക്കാരൻ. നീ ഇന്നത് ചെയ്തിട്ടല്ലേ ഞാനിങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മോനോട് സ്നേഹം പങ്കിടുന്ന ഒരു മാതാവിന്റെ കരുണയുടെ ആ ആഴമെത്രയാണ്, സ്നേഹത്തിന്റെ ആഴമെത്രയാണ്. ഇത് റബ്ബിന്റെ നൂറിൽ ഒരു അംശം കിട്ടിയ, അംശത്തിൽ നിന്ന് തന്നെ ഒരു ചെറിയ അംശം കിട്ടിയ മാതാവിന്റെ അവസ്ഥയാണ്. നോക്കൂ നിങ്ങൾ. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത എത്രയാണ് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ അള്ളാഹു പറയാൻ വേണ്ടി പറഞ്ഞത് എന്താണ്? നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകൾക്ക് നബിയെ വിവരം പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണല്ലോ. അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാനാ പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, എന്തുകൊണ്ട് റബ്ബിനോട് നമുക്ക് കരഞ്ഞുകൂടാ? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് കരഞ്ഞുകൂടാ? തൗബയുടെ വാതിൽ അവൻ അടക്കില്ലല്ലോ, പശ്ചാത്താപത്തിന്റെ വാതിൽ അവൻ കൊട്ടിയടച്ചിട്ടില്ലല്ലോ. പശ്ചാത്തപിക്കുന്ന മനസ്സുകൾക്ക് വേണ്ടി തൗബയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന കരുണയുടെ കടലാണ് നമ്മുടെ നാഥൻ. അത് നാം മനസ്സിലാക്കണം സത്യവിശ്വാസികളെ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ശൈലി തന്നെ നിങ്ങൾ മനസ്സിലാക്കുമ്പോ അള്ളാഹുവിന്റെ ഈ വിശാലമായ കാരുണ്യം നാം ദർശിക്കുന്നു. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു സംഗതിയാണ് എന്ത്? അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ സൂക്തങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാതെ മറച്ചു വെക്കുന്ന പുരോഹിതന്മാർ. അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാം, ഇന്ന് ഇവിടെ പാരായണം ചെയ്ത വചനമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 2-ാം അധ്യായത്തിൽ 159-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന യക്തുമൂന, ഒരു വിഭാഗം ആളുകൾ മറച്ചു വെക്കുന്നല്ലോ എന്ത്? മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, നാം അവതരിപ്പിച്ച വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെയും സന്മാർഗങ്ങളെയും ഒക്കെ മറച്ചു വെക്കുന്നവർ. മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ മനുഷ്യർക്ക് നാം അതിനെ വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അത്തരം ആളുകൾക്കുള്ള ശിക്ഷ എന്താണ്? ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമാണുള്ളത്. വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നു. എന്തൊരു ഗൗരവാ പറഞ്ഞത്! എന്തൊരു ഗൗരവമാണ് ആ തിന്മ! ഇങ്ങനെ തിന്മ ചെയ്ത ആളുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ട് അവർക്ക് ശാപമുണ്ടെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വചനം മുഅ്മിനീങ്ങളെ ഒന്ന് വായിച്ചു നോക്കൂ. അല്ലാഹ് പറയാണ്, ഇല്ലല്ലദീന താബൂ വ അസ്ലഹൂ, എന്നാൽ പശ്ചാത്തപിച്ച ആളുകൾ ഒഴികെ, പിന്നീട് കാര്യങ്ങൾ നന്നാക്കി തീർത്ത ആളുകൾ ഒഴികെ അവർക്ക് തൗബയുണ്ട്. ഗുരുതരമായ പാപം ചെയ്തിട്ട് പോലും തൗബ കൊടുക്കുന്ന നാഥൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ അസ്ഹാബുൽ ഉഖ്ദൂദിനെ സംബന്ധിച്ച്? കിടങ്ങിന്റെ ആളുകളെ സംബന്ധിച്ച് കേട്ടിട്ടില്ലേ? വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മുഅ്മിനീങ്ങളെ ഒരു വലിയ കിടങ്ങുണ്ടാക്കി, ആ കിടങ്ങിൽ അഗ്നിയുണ്ടാക്കി, ആ അഗ്നി ഇട്ടിട്ട് അതിലേക്ക് മുഅ്മിനീങ്ങളെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ആ അഗ്നിയിൽ കിടന്ന് സത്യവിശ്വാസികൾ കരിഞ്ഞമർന്നപ്പോൾ ആ തീകുണ്ടാരത്തിന്റെ അരികിലിരുന്നു കൊണ്ട് രസിച്ച ഒരു തരം സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഉത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആ മനുഷ്യൻ
മനുഷ്യന്മാർ നശിക്കട്ടെ, അവർക്ക് നാശം. എന്തൊരപരാധമാണ് ആ മനുഷ്യന്മാർ ചെയ്തത്. വിശ്വസിച്ചതിന്റെ പേരിൽ തീയിലേക്ക്, അഗ്നിയിലേക്ക് മുഅ്മിനീങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് കരിഞ്ഞമരുന്നത് കണ്ട് രസിച്ചില്ലേ ആ മനുഷ്യന്മാർ. അങ്ങനെ ആ തെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബൂ ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. ശൈലി നോക്കൂ. ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളെയും സത്യവിശ്വാസികളെയും അതിശക്തമായ പ്രയാസങ്ങൾക്ക് വിധേയമാക്കിയ ആളുകൾ, സുമ്മ ലം യതൂബൂ, എന്നിട്ട് അവർ പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിൽ, ഫലഹും അദാബു ജഹന്നം, അവർക്കാണ് ജഹന്നമിന്റെ ശിക്ഷയുള്ളത്, വലഹും അദാബുൽ ഹരീഖ്, അവർക്കാണ് വേദനാജനകമായ ശിക്ഷയുള്ളത്. ആ തിന്മ ചെയ്തിട്ട് പോലും പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവർക്ക് ശിക്ഷയില്ല എന്നാണ് റബ്ബ് പറയുന്നത്. അവർക്ക് ശിക്ഷയില്ല എന്നാണ് രക്ഷകൻ പറയുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം എത്രയാണ്. ഇനി നോക്കൂ നിങ്ങൾ, മുനാഫിക്കുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇന്റെ 145-ാമത്തെ വചനത്തിലുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, അവസാനിപ്പിക്കുകയാണ്. അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുനാഫിക്കുകൾ എപ്പോഴും ഇസ്ലാമിക സമൂഹത്തിന് അപകടം മാത്രമാണ് വരുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലത്രേ നിഫാഖ് മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യന്മാർക്കുള്ള സങ്കേതം അതാണ്. നിഫാഖുള്ള ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷ അങ്ങനെയാണ്. എന്നിട്ട് അവിടെ റബ്ബ് പറയാണ്, ഇല്ലല്ലദീന താബൂ വ അസ്ലഹൂ, എന്നാൽ തൗബ നടത്തിയാൽ നിഫാഖിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയിൽ എത്തിപ്പെടാം. നോക്കൂ നിങ്ങൾ, കാരുണ്യത്തിന്റെ കടലല്ലേ റബ്ബ്, കാരുണ്യത്തിന്റെ രക്ഷകനല്ലേ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കാൻ നമ്മൾ തയ്യാറാകണം. റബ്ബിലേക്ക് തൗബ നടത്താൻ നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹുവിനോട് നമ്മൾ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാം, ഏത് സമയത്തും അവർ ഇസ്തിഗ്ഫാർ നടത്തും. വീട്ടിലായ സന്ദർഭത്തിലും അങ്ങാടിയിലും വഴികളിലും കുന്തും അവരെവിടെയാണെങ്കിലും തൗബയും ഇസ്തിഗ്ഫാറും അവർ നടത്തുകയാണ്. എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന മനസ്സിന്റെ ഉടമകളായിരുന്നു പല മഹാന്മാരും. അവിടേക്ക് മടങ്ങി വരാൻ നമ്മെ കൊണ്ട് കഴിയണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ, ഇസ്തിഗ്ഫാറിന് വേണ്ടി നമുക്കൊരു നല്ല പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാറിന് വേണ്ടി നല്ലൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാം, പല ആളുകൾക്കും അറിയാം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് അതിന് പറയുന്നത്. അറിയാത്ത സഹോദരന്മാരുണ്ടെങ്കിൽ അത് പഠിക്കണം സഹോദരന്മാരെ. പാപം പൊറുക്കാൻ സ്വർഗത്തിലെത്താനുള്ള ഒരു വഴിയായിട്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ? അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ്, അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. പഠിക്കാൻ വളരെ സരളമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ലാഹുമ്മ അൻത റബ്ബീ, റബ്ബേ നീയാണ് എന്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ യാതൊരു ഇലാഹുമില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുന്നത്, ഖലഖ്തനീ, നീയാണ് റബ്ബേ എന്നെ സൃഷ്ടിച്ചത്, വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ് നാഥാ, വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു, ഞാൻ നിന്നോട് ചെയ്ത കരാർ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പാലിക്കാം നാഥാ. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്ത എല്ലാ തെറ്റിൽ നിന്നും റബ്ബേ നിന്നിലേക്ക് ഞാൻ ഇതാ അഭയം തേടുകയാണ്. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകളെല്ലാം ഞാൻ ഇതാ സമ്മതിക്കുന്നല്ലോ റബ്ബേ. വ അബൂഉ ബിദംബി, എന്റെ കുറ്റവും റബ്ബേ ഞാൻ സമ്മതിക്കുകയാണ്. ഒരടിമ അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടതാണ്, വ അബൂഉ ബിദംബി, എന്റെ കുറ്റം ഞാൻ സമ്മതിക്കുന്നല്ലോ നാഥാ. ഫഗ്ഫിർ ലീ, എനിക്ക് പുറത്തു തരണം റബ്ബേ
ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല റബ്ബേ. ഇതൊരടിമയങ്ങ് പ്രാർത്ഥിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത്. ഫഇൻ ഖാലഹാ, ഇതൊരാൾ പറഞ്ഞു, ബഅദമാ യുസ്ബിഹു, പ്രഭാതമായതിന് ശേഷം പറയുകയാണ്, മൂഖിനം ബിഹാ, ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാ പറയുന്നത്. ഈ പ്രാർത്ഥന പറഞ്ഞാൽ എന്റെ പാപം പൊറുക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടൊരു മുഅ്മിൻ ഇത് പറഞ്ഞാൽ, മാത സുമ്മ മാത, എന്നിട്ട് അയാൾ വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ, കാന മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലായി പോയല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ ഖാലഹാ, ഇനി ഒരാൾ ഇത് പറഞ്ഞു, ബഅദമാ യുംസി, വൈകുന്നേരമായതിന് ശേഷമാ പറഞ്ഞത്, മൂഖിനം ബിഹാ, ഇതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാ പറയുന്നത്. വെറുതെ നാവ് നടത്തുന്ന വ്യായാമമല്ല, മനസ്സ് പങ്കെടുത്തുകൊണ്ട് ദൃഢവിശ്വാസത്തോടുകൂടെയാണ് പറയുന്നതെങ്കിൽ, കാന മിൻ അഹ്ലിൽ ജന്ന, അവനും സ്വർഗത്തിന്റെ കക്ഷിയാണെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഇതോ നമുക്ക് രക്ഷയ്ക്ക് ഇതാണ് നമ്മുടെ മാർഗമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര കൈമലർത്തിയാലും തട്ടാത്ത നാഥനാണ് നമ്മുടെ രക്ഷകൻ എന്ന ഓർമ്മ നമുക്ക് വേണം. ആ രൂപത്തിൽ അവനിലേക്ക് പശ്ചാത്തപിക്കാൻ നാം തയ്യാറാകുക, പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാകുക. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവനിലേക്ക് കരഞ്ഞ് കൈമലർത്തിക്കൊണ്ട് ചോദിക്കുക. നാം ഒരിക്കലും നമ്മുടെ തോബയെ അവൻ തട്ടിമാറ്റുകയില്ല. സഹോദരന്മാരെ, അത് അല്ലാഹുവിന്റെ കരുണയുടെ വിശാലമായ രംഗമാണ്. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും ഒക്കെ വചനങ്ങളിലും ആയത്തുകളിലുമൊക്കെ ഈ സംഗതി നിരന്തരം സർവാധിനാഥൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനും സമയങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി അവന്റെ ഇഷ്ടദാസന്മാരായി ചേരുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അപരാധങ്ങളും റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും റബ്ബേ നീ പുറത്തു കൊടുക്കണമേ. നാഥ, കരുണയുടെ കടലായ രക്ഷക, നിന്റെ കാരുണ്യത്തിന്റെ ഭവനത്തിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും, ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ ആരാധനകളും നമസ്കാരങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണമേ തമ്പുരാനെ. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്ത ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് രക്ഷക.